അങ്ങനെ ഞങ്ങൾ തൊടുപുഴ സമ്മർ ഫെസ്റ്റിന് വന്നേക്കാണ് കേട്ടോ. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതായത് ഈ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ ഇതിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ റീൽസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നു തുടങ്ങിയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എല്ലായിടത്തും വന്നു തുടങ്ങിയിരുന്നു. ആ സമയത്ത് തന്നെ തങ്കിക്ക് എക്സാം ആയിരുന്നു. എന്നിട്ടും പറഞ്ഞു, അമ്മ നമ്മൾ വെക്കേഷന് തൊടുപുഴ പോയി നിൽക്കുമ്പം നമുക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് തന്നെ. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ 1 മാസമായി. എന്നിട്ടും ഈ ഒരു എക്സിബിഷന് ഞങ്ങൾ വന്നത് ഇപ്പോഴാണ് കേട്ടോ. നമുക്ക് വേറെ കുറേ സ്ഥലത്തൊക്കെ പോകാനുള്ള കാരണം കൊണ്ട് ഇങ്ങോട്ട് വരാനുള്ളത് ഇങ്ങനെ അവധിക്ക് വെച്ച് നിന്നു. അവൾ പ്രധാനമായിട്ടും ഈ എക്സിബിഷന് വരണം എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം ഈ മെർമെയ്ഡാണ് കേട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ മെർമെയ്ഡ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത ബർത്ത്ഡേക്ക് അവൾക്ക് ബർത്ത്ഡേ തീമായിട്ട് ഈ മെർമെയ്ഡ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളത് ഓക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു തീം ഉണ്ടാവും. ആമസോണിൽ നോക്കിയാൽ മതിയല്ല, പെട്ടെന്ന് അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഈ മെർമെയ്ഡ് കുറേ കുട്ടികളുടെ അടുത്ത് ഭയങ്കര ഓരോ ആക്ഷൻസും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്കത് ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ സ്റ്റോൾസൊക്കെ ഉണ്ട്. വീട്ടുപകരണത്തിൻ്റെയും മിഠായി, ഡ്രസ്സ്, അങ്ങനെ കുറേ സംഭവത്തിൻ്റെ സ്റ്റോൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ മസാജർ ചെയ്തൊക്കെ പുള്ളിക്കാരനൊക്കെ കാണിച്ചു. അയറ് പിന്നെ അവൾക്ക് കുറേ സ്റ്റിക്കർ, ഈ വെക്കേഷൻ സമയമാണെങ്കിലും അവൾക്ക് സ്കൂളിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടിക്കാനും കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് കുറച്ച് സ്റ്റിക്കർ അവൾക്ക് ആവശ്യമുള്ളതുണ്ടോ എന്ന് നോക്കി. പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്തു. തെയോ പിന്നെ വണ്ടിയുള്ള സ്ഥലത്ത് ടോയ് അതുണ്ടെങ്കിൽ അവൻ അവിടെ സ്റ്റക്കാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു സംഭവം മേടിച്ചു കൊടുക്കാതെ അവൻ സമ്മതിക്കുകയില്ല. പിന്നെ ഈ പ്രധാനമായിട്ടും ഈ എക്സിബിഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നയാഗ്ര വാട്ടർഫാൾസ് ആണ് കേട്ടോ. അവരത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം അത്യാവശ്യം ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമുക്കത് നേരിട്ട് ചെല്ലുമ്പോഴേക്കിനും നല്ല ഫോഴ്സിൽ ആ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ കളറും തീമും അവർ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ കുറേ നേരം നിന്നിട്ടേ പോകാൻ തോന്നും. പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോകാൻ നമുക്ക് തോന്നില്ല കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം കാണുന്നുള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ നമ്മൾ പതിയെ നിന്നു. പ്രധാനമായിട്ടും എന്താ വെച്ചാൽ തിരക്ക് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഒന്നാമത് വർക്കിംഗ് ഡേ ആണ്. വെക്കേഷനാണെങ്കിലും പേരൻസിനൊക്കെ വർക്കിംഗ് ഡേ ആണല്ലോ. കുട്ടികൾ മാത്രമല്ലേ വീട്ടിൽ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തിരക്ക് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഈ തിരക്കുള്ള സമയത്ത് വന്ന് ആകെ തിങ്ങി ഞെരുങ്ങി നമുക്ക് അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പതിയെ നിന്ന് ഓരോന്ന് നോക്കിയെടുത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങാൻ എടുത്തു കേട്ടോ. അപ്പോൾ പതിയെ നിന്ന് വൈകിട്ടാണ് വന്നത്. എന്നാൽ പോലും ഭയങ്കര ചൂടുണ്ടായിരുന്നേ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് രാത്രിയെന്നോ പകലൊന്നും ഒന്നുമില്ലല്ലോ. ചൂട് ഭയങ്കരം തന്നെയായിരുന്നു. അയറയൊക്കെ ആണെങ്കിലും ഈ ചാടിത്തുള്ളി കളിച്ചിറങ്ങിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചായിരുന്നു കേട്ടോ. തെയോ ഒന്നിലും കയറിയില്ല കേട്ടോ. അവൻ ആ കാറ് മേടിച്ചപ്പോഴത്തേനും അതിരുന്ന് പുറത്തിരുന്ന് അത് ഉരുട്ടി കളിയായിരുന്നു കേട്ടോ. ഒന്നിലും അവൻ കയറിയില്ല. ഒരു വണ്ടിയിൽ എന്തോ മറ്റോ കയറിയത്. പക്ഷേ ഞാനും കൂടെ കയറിയിട്ടാട്ടോ കുറച്ച് നേരം ഒരു 10 ടൈംസ് അങ്ങോട്ട് റൊട്ടേഷനായിട്ട് പിന്നെ വരും. അതും അവൻ ഒറ്റയ്ക്ക് കയറില്ല, ആരെങ്കിലും ഉണ്ടെങ്കിലേ കയറുള്ളൂ. അവൻ ആ വണ്ടി കിട്ടിയാൽ അത് മതി, പിന്നെ വേറൊന്നും വേണ്ട. പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് കരിമ്പിൻ ജ്യൂസ് കുടിച്ചായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഞ്ചി ഇട്ട കരിമ്പിൻ ജ്യൂസ് അത്ര താല്പര്യമില്ല. പക്ഷേ ഇത് ഇഞ്ചിയൊന്നും ഇടാതെ നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ. വലിയ തണുപ്പും അവരിട്ടിട്ടില്ലായിരുന്നു. കറക്റ്റ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് ആയിരുന്നു കേട്ടോ. മാത്തു പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന കറക്റ്റ് സമയമായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നിന്ന സമയമേ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അവൻ വരുന്നിടം വരെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഐസ്ക്രീമും വെള്ളവും ഒക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു ബലൂണൊക്കെ ഉണ്ടായിരുന്നു. അത് മേടിച്ചു കൊടുത്ത 10 മിനിറ്റ് നേരത്തേക്കുള്ളത്. അതുകൊണ്ട് തെയ്യവനെ കാണാതെ മാറ്റി പിടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു. അവൻ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കേട്ടാൽ അതിൻ്റെ ഞങ്ങൾ കാണിച്ചില്ല. കാരണം അത് ശരിയാവില്ല. പിന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ തട്ടുകടയിൽ നിന്ന് ഫുഡ്